അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യ ചിന്തയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റമളാൻ മാസമാണല്ലോ. റമളാൻ മാസത്തിൽ ചിലർക്കെങ്കിലും ഉച്ച കഴിഞ്ഞാൽ ഒരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും പലരും പറയാറുള്ളത് ഒരു തളർച്ച വരികയാണ് എന്നാണ് പറയാറുള്ളത്. കണ്ണുകൾ അടഞ്ഞു പോവുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടക്കണമെന്നൊക്കെ തോന്നുക. ഇങ്ങനെ തളർച്ച വരാനുള്ള കാരണങ്ങൾ നിരവധി ഉണ്ടാവും. എന്നാൽ തളർച്ച റമളാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന സമയത്ത് വരാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, നമ്മൾ അത്താഴം നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതാണ്. കാരണം അത്താഴത്തിൽ ഉണ്ടെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ തളർച്ച വരുന്ന ആളുകൾ ഈ അത്താഴത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നോമ്പ് സമയത്തുണ്ടാകുന്ന തളർച്ചയെ ഒഴിവാക്കാൻ സാധിക്കും. അതിൽ ചില ഭക്ഷണ സാധനങ്ങളെന്ന് പറയുന്നത് തൈര് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ, സ്ലോ ആയിട്ട് എനർജി റിലീസ് ചെയ്യുന്ന ചില ഭക്ഷണ സാധനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഓട്സ്. അപ്പോൾ ഇത്തരം ക്ഷീണങ്ങൾ വരുന്ന ആളുകൾക്ക് തൈര്, ഓട്സ്, അതുപോലെ ഗോതമ്പിൻ്റെ ചപ്പാത്തി, ഇത്തരം ഭക്ഷണങ്ങൾ ഇവിടെ പരീക്ഷിക്കാവുന്നതാണ്. രണ്ടാമതായി പറയാനുള്ളത്, നോമ്പ് തുറന്നതിന് ശേഷം അത്താഴത്തിൻ്റെ ഇടയിലുമായിട്ട് വെള്ളം ധാരാളമായി കുടിക്കുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഈ ഒരു സമയത്ത് കുടിച്ച് തീർക്കുന്നത് നല്ലതായിരിക്കും. മൂന്നാമതായി പറയാനുള്ളത്, എണ്ണക്കടികൾ പരമാവധി, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് നമ്മുടെ മറ്റ് ഭക്ഷണത്തിൻ്റെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ തളർച്ചയിലേക്ക് ഇതും കൂടെ ഒരു കാരണക്കാരനായി മാറിയേക്കാം. നാലാമത് പറയാനുള്ളത്, നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു അസറിന് മുമ്പായിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 20 മിനിറ്റ് നേരം ഒരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ക്ഷീണവും നമുക്ക് മാറ്റാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് തളർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ നോമ്പ് കാലത്ത് തളർച്ച വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം ഭക്ഷണക്രമങ്ങളും അതുപോലെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നോമ്പ് ഈ റമളാൻ മാസത്തിൽ സാധ്യമാവും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.